ഹൈ ഗൈസ് വെൽക്കം ബാക്ക്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഞാൻ എൻ്റെ ട്രേഡിംഗ് ലൈഫിൽ ചെയ്ത ഒരു വൺ ഓഫ് മൈ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്കിനെ പറ്റിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് എന്താണെന്നുള്ളതും അതെങ്ങനെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു, അത് ആ ഒരു മിസ്റ്റേക്കിൽ നിന്ന് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്, ഇപ്പം ഞാൻ ആ ഒരു മിസ്റ്റേക്ക് ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഈ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്യൂർലി എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ്. ഒരു മസ്റ്റ് വാച്ച് വീഡിയോ ആണ്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ആദ്യം എന്താണ് ഞാൻ ആ ഒരു മിസ്റ്റേക്ക്, അപ്പോൾ ആ ഒരു മിസ്റ്റേക്കാണ് ആക്ച്വലി എന്നെ ഓവർ ട്രേഡിങ്, റിവഞ്ച് ട്രേഡിംഗ് ഒക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അപ്പോൾ ഞാൻ ആദ്യം ആ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് പറയാം. അപ്പോൾ ഞാനൊരു സെനാരിയോ എടുത്തിട്ട് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനൊരു ദിവസം ട്രേഡ് എടുക്കാൻ വേണ്ടി വരുന്നു. മാർക്കറ്റിൽ എനിക്കൊരു വ്യൂ ഉണ്ട്. മാർക്കറ്റ് കണ്ടിന്യൂസ്ലി അപ്സൈഡിലോട്ട് പോകുന്നു, ഹയർ ഹൈ സ്ട്രക്ചർ വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് അവിടെ ഉണ്ട്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവൽ. അപ്പോൾ എനിക്കറിയാം ഇന്നത്തെ ദിവസം ആ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു അപ്സൈഡ് മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ വളരെ ക്ഷമയോടെ ആ ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ഫൈനലി ബ്രേക്ക് ഔട്ട് നടന്നു. ബ്രേക്ക് ഔട്ട് നടന്ന സമയത്ത് ഞാൻ എന്താണ് ഇവിടുന്ന് ഒരു ബൈ എൻട്രി ഇവിടുന്ന് കൺസിഡർ ചെയ്തു. ബൈ എൻട്രി കൺസിഡർ ചെയ്തു. വളരെ വിശ്വാസത്തോടെയാണ് ആ ഒരു ട്രേഡ് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് കുറച്ച് മുകളിലോട്ട് പോയി. മുകളിലോട്ട് പോകുന്ന സമയത്ത് നോർമലി പൊസിഷനിൽ ഒരു 7,000 റുപ്പീസ് എക്സാമ്പിൾ പറയുകയാണ്, ഒരു 7,000 റുപ്പീസ് പ്രോഫിറ്റ് കാണിച്ചു. കുറച്ച് മുകളിലോട്ട് പോയിട്ട് ഒബ്വിയസ്ലി മാർക്കറ്റ് കുറച്ച് മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു പുൾ ബാക്ക് തരാം അല്ലേ. അപ്പോൾ പെട്ടെന്ന് മാർക്കറ്റ് ഒരു പുൾ ബാക്ക്, ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ വന്നു. ഈ 7,000 പ്രോഫിറ്റ് മാറി കുറഞ്ഞൊരു 1,000 റുപ്പീസ് പ്രോഫിറ്റിലോട്ട് വന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ പൊസിഷനിൽ 7,000 റുപ്പീസ് പ്രോഫിറ്റ് കണ്ടു. പെട്ടെന്ന് അത് കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ബിഗിനിങ് സ്റ്റേജിൽ എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു പേടി വരും, അയ്യോ ഇനി ഇത് ലോസ് ആകുമോ. അപ്പോൾ ഞാൻ എക്സാക്ട്ലി ആ ഒരു 1,000 റുപ്പീസിൽ ഏകദേശം ഈ ഒരു പോയിന്റിൽ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഏകദേശം ഒരു 1,000 രൂപയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്തതിന് ശേഷം ഇമോഷൻസ് ഒക്കെ ഓക്കെയാണ്, പ്രത്യേകിച്ച് ട്രിഗറൊന്നുമില്ല. ഓക്കെ ഫൈൻ, 1,000 റുപ്പീസ് അല്ലേ, സന്തോഷമാണ്. പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം കുറച്ച് സമയം മാർക്കറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും വളരെ ശക്തമായിട്ടുള്ളൊരു ഹ്യൂജ് ഗ്രീൻ ക്യാൻഡിൽ അവിടെ വരും. അപ്പോൾ ഞാൻ മാർക്കറ്റ് നോക്കുന്ന സമയത്ത് എൻ്റെ വ്യൂ കറക്റ്റ് ആയിരുന്നു. ഞാൻ എന്തുകൊണ്ട് ഞാൻ 1,000 രൂപയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, ഏത് സമയത്താണോ ഞാൻ ബുക്ക് ചെയ്യാൻ തോന്നിയത്, ആകെ ഒരു റിഗ്രറ്റ് ഫീലായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക അല്ലേ. നിങ്ങൾക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു റിഗ്രറ്റ് ഫീലാണ് എൻ്റെ ഇമോഷൻസ് ട്രിഗർ ചെയ്യുന്നത്. ഇമോഷൻസ് ട്രിഗർ ചെയ്യും. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ അനാലിസിസ് കറക്റ്റ് ആയിരുന്നു. ഞാൻ ഈ മൂവ്മെൻറ്റ് മിസ്സ് ചെയ്തു, ഇത് മിസ്സ് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഓടിക്കയറി ഏറ്റവും ടോപ്പിൽ കയറി വീണ്ടും ബൈ എൻട്രി കൺസിഡർ ചെയ്യും. ബൈ എൻട്രി കൺസിഡർ ചെയ്തു. ആ ഒരു ബൈ എൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നോട്ട് പാർട്ട് ഓഫ് ദ സിസ്റ്റം, അത് സ്ട്രിക്ട്ലി ഇമോഷണൽ ആണ്. കാരണം ആ ഒരു മൂവ്മെൻറ്റ് മിസ്സ് ചെയ്തോ എന്നുള്ള റിഗ്രറ്റ് കൊണ്ടുണ്ടായത്. അപ്പോൾ മാർക്കറ്റ് എവിടെയാണോ ഏറ്റവും ടോപ്പിലായിരിക്കും എൻട്രി എടുത്തിട്ടുണ്ടാകുക, പെട്ടെന്ന് പുൾ ബാക്ക് വരും. 1,000 റുപ്പീസ് പ്രോഫിറ്റാണ് ഉണ്ടായിരുന്നത് ആദ്യം. ആ ഒരു പുൾ ബാക്കിൽ മാർക്കറ്റിൽ ഏകദേശം ഒരു 7,000 റുപ്പീസ് എഗെയിൻ നഷ്ടം വന്നു. മാർക്കറ്റ് വീണ്ടും താഴോട്ട് വന്നു, ഒരു ഷാർപ്പ് പുൾ ബാക്ക്. അപ്പോൾ ഞാൻ പേടിച്ചിട്ട് വീണ്ടും 7,000 റുപ്പീസിൽ ലോസിൽ ഞാൻ എക്സിറ്റ് ചെയ്യും. അപ്പം ആകെ വീണ്ടും കൺഫ്യൂഷനായി, ദേഷ്യം വരും. ആദ്യം പ്രോഫിറ്റ് ആയിരുന്നു, എൻ്റെ വ്യൂ കറക്റ്റ് ആയിരുന്നു, വീണ്ടും എൻട്രി എടുത്തു, ഏത് സമയത്താണോ ഞാൻ ടോപ്പിൽ എൻട്രി എടുക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ലോസിൽ വന്നു പൊസിഷൻ. അപ്പോൾ റിവഞ്ച് മോഡിലോട്ട് പോകും. അപ്പോൾ നെക്സ്റ്റ് പുൾ ബാക്ക് വന്നു, വീണ്ടും മോഡിലോട്ട് പോകാൻ നോക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും എൻട്രി എടുക്കും, ബൈ എൻട്രി. അപ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് വീണ്ടും താഴോട്ട് വരും. അപ്പോൾ 7,000 ഉള്ളത് ചിലപ്പോൾ ഒരു -15,000 വരും, 15,000 രൂപ നഷ്ടം. പിന്നെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പിന്നെ കയ്യിൽ നിന്ന് പോകുന്ന സമയത്ത് പിന്നെ നമ്മൾ ഡെഫിനറ്റ്ലി കാണുന്ന ക്യാൻഡൽസും കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം എത്രയും പെട്ടെന്ന് ഇത് റിവഞ്ച്, ഇത് ഒരു 15,000 നഷ്ടമാണ്, അതെങ്ങനെയെങ്കിലും ഒരു 1,000 രൂപ ആക്കിയാൽ മതി, അല്ലെങ്കിൽ ഒരു ഗ്രീൻ ആക്കിയാൽ മതി എന്ന രീതിയിൽ റിപ്പീറ്റ്ലി ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക്. എസ്പെഷ്യലി സെയിം കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെയിം, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ബൈ എൻട്രി എടുത്തു. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുള്ളതാണ്. പെട്ടെന്ന് മാർക്കറ്റ് എൻട്രി എടുത്തിട്ട് ചെറിയ നഷ്ടത്തിലോട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ ഞാനൊരു 2,000 3,000 റുപ്പീസിലൊക്കെ ഞാൻ ചെറിയ ലോസ് ബുക്ക് ചെയ്യും. ചെറിയ ലോസ് ബുക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് വളരെ ശക്തമായിട്ട് പോകും. അവിടെയും എൻ്റെ ഓർഡർ അല്ലെങ്കിൽ എൻ്റെ ഇമോഷൻസ് ട്രിഗർ ചെയ്യും. അപ്പോൾ അത് ഞാൻ ഒരുപാട് തവണ അത് റിപ്പീറ്റ്ലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സ്റ്റാർട്ടിങ്ങിലെ കാര്യമാണ് പറയുന്നത്, 2019 ആ സമയങ്ങളിൽ സ്റ്റോക്കിൽ ചെയ്ത സമയത്ത്. ഈവൻ എല്ലാം ഞാൻ മാർക്കറ്റിൽ ഒരു നല്ലൊരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്തു. എൻ്റെ കയ്യിൽ നല്ലൊരു സ്ട്രാറ്റജി ഉണ്ട്, എനിക്ക് നല്ല രീതിയിൽ പ്രൈസ് ആക്ഷൻ റീഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്.
മാർക്കറ്റിൻ്റെ ട്രെൻഡുകൾ, മൊമെൻറ്റം കാര്യങ്ങളൊക്കെ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഈ ഒരു ട്രിഗർ കൊണ്ട്, അതായത് ഞാൻ എത്രത്തോളം എന്നെ അനലൈസ് ചെയ്തേക്കെ നാളെ മുതൽ ഓവർ ട്രേഡ് ചെയ്യില്ല, നാളെ മുതൽ റിവഞ്ച് ട്രേഡ് ചെയ്യില്ല. എനിക്കറിയാം അത് പ്രോബ്ലം ആണെന്നുള്ളത്. ഞാൻ എൻ്റെ ഡയറിയിൽ ഞാൻ 100 തവണ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ തവണയും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു 10 തവണ, ഒരു 100 തവണ ഞാൻ പറയും, ഇന്ന് ഞാൻ ഓവർ ട്രേഡ് ചെയ്യില്ല, ഓവർ ട്രേഡ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. എത്രയും എന്നെ മനസ്സിലാക്കിയിട്ട് വരും. പക്ഷേ ഞാൻ ഇത് ഈ ഒരു സിറ്റുവേഷനിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് നമ്മളൊരു ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് ചിലപ്പം ഏർലി എക്സിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും, അല്ലെങ്കിൽ ചെറിയ ലോസ് ബുക്ക് ചെയ്യും. ഈവൻ മീഡിയം പ്രോഫിറ്റ് ബുക്ക് ചെയ്താൽ പോലും നെക്സ്റ്റ് 1-2 ക്യാൻഡിൽ നമ്മളെ ഡയറക്ഷനിലോട്ട് മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ആദ്യം ഒരു റിഗ്രറ്റ് ഫീൽ വരും. ഈഗോ ഹർട്ട്, അയ്യോ എനിക്ക് ഈ മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ എന്താണ്, വീണ്ടും ഞാൻ ജസ്റ്റ് ഒരു ട്രേഡ് കൺസിഡർ ചെയ്യും, അത് നഷ്ടത്തിലോട്ട് പോകും. ഈവൻ അത് പ്രോഫിറ്റിലാണെങ്കിൽ പോലും ചിലപ്പോൾ അത് വീണ്ടും ട്രേഡുകൾ കൺസിഡർ ചെയ്തു ഓവർ ട്രേഡിങ്ങിലോട്ട് പോകും. ഓവർ ട്രേഡിങ്ങിൽ പോയിട്ട് അത് ഫൈനലി എന്തായിരിക്കും, അക്കൗണ്ട് വൈപ്പ് ഔട്ട് ചെയ്യും. ഇപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇക്വിറ്റിയിലാണ് ചെയ്തത്. ഇക്വിറ്റിയിൽ 20 ടൈംസ് ഒക്കെയാണ് ലിവറേജ് തന്നിട്ടുണ്ടായിരുന്നത്, 20x. ഒറ്റ ദിവസം കൊണ്ട് ക്യാപിറ്റൽ വൈപ്പ് ഔട്ട് ആവാൻ വേറെ ഒന്നും വേണ്ട. അതും ആ ഒരു സമയങ്ങളിൽ നല്ല മൂവ്മെൻറ്റുകൾ ഉണ്ടായിരുന്നു സ്റ്റോക്കിലൊക്കെ. അപ്പോൾ ഞാൻ എന്താണ്, എനിക്ക് കൂടുതലും അക്കൗണ്ട് വൈപ്പ് ഔട്ട് ആയാലും ഇതുപോലുള്ള ഒരു ട്രിഗർ കൊണ്ടാണ്. അപ്പം എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ എനിക്കിത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, ഇങ്ങനെ ഒരു ട്രിഗർ അവിടെ വരുന്നു എന്നുള്ളത്. ഓക്കെ, അങ്ങനെ അത് പിന്നീട് ഞാൻ എൻ്റെ ബാക്ക് ടെസ്റ്റുകൾ ഞാനങ്ങ് റിവ്യൂ ചെയ്ത് ഇങ്ങനെ മനസ്സിലാക്കിയ സമയത്താണ് ഇങ്ങനെ ഒരു പ്രശ്നം എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ ചെയ്യുന്നത് മിസ്റ്റേക്കാണ്. ആ ഒരു മിസ്റ്റേക്ക് വരുന്നത് ഈ പറയുന്ന ചെറിയ ഒരു കാരണം കൊണ്ടാണ്. ഇത് ഈ പറയുന്ന കാര്യം വളരെ ചെറിയൊരു കാര്യമാണ് അല്ലേ. നമ്മൾ എൻട്രി എടുത്തു, ഏർലി എക്സിറ്റ് ചെയ്തു, വീണ്ടും ഡയറക്ഷനിലോട്ട് പോകുന്ന സമയത്താണ് മാക്സിമം എൻ്റെ ട്രിഗർ വരുന്നത്. അപ്പോൾ എനിക്കത് ഐഡൻറ്റിഫൈ ചെയ്തു. അതിനുശേഷമാണ് ഞാൻ നോർമലി ഫിക്സഡ്, അതായത് പെർ ഡേ 1 ട്രേഡ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം എടുക്കും. ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നീട് ചാർട്ട് നോക്കില്ല, അല്ലെങ്കിൽ എൻ്റെ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്ത് പോകും, ചാർട്ട് നോക്കാറില്ല. അത് ഒരു പരിധിവരെ എനിക്കത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ട്രിഗേഴ്സിനെയൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ദിവസം ഒരു ട്രേഡ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്ത് എനിക്കത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. റൈറ്റ്. അപ്പോൾ ഇപ്പം യൂട്യൂബിൽ ഞാൻ എൻ്റെ ഒരുപാട് ലൈവ് ട്രേഡിംഗ് വീഡിയോസ് ഉണ്ട് ലാസ്റ്റ് ഇയറിലൊക്കെ ചെയ്ത്. അപ്പം അതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഞാൻ ഒരു ദിവസം ഒരു ട്രേഡ് മാത്രമേ ചെയ്യാറുള്ളൂ. ആ ഒരു ട്രേഡിൽ പ്രോഫിറ്റ് ആണെങ്കിലും ശരി, ലോസ് ആണെങ്കിലും ശരി, ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് പോകും. ഒരു ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാനെപ്പോഴും നമ്മളൊരു ട്രേഡ്, ഒരു എൻട്രി എടുത്തിട്ട് നമ്മൾ നഷ്ടം വരുന്നു എന്ന് വിചാരിക്കുക. ആ ഒരു നഷ്ടത്തിൻ്റെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ നിന്നൊരു സെൽ എൻട്രി എടുത്തു ഉടനെ മാർക്കറ്റ് പോയി, നമുക്ക് നഷ്ടം വന്നു. അപ്പോൾ ആ ഒരു നഷ്ടം വന്ന വേദന, അല്ലെങ്കിൽ ആ നഷ്ടം വന്ന പെയിനൊക്കെ കുറച്ച് സമയങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു 5-10 മിനിറ്റ് മാക്സിമം. ആ ഒരു 5-10 മിനിറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് സക്സസ്ഫുൾ ആവാൻ വേണ്ടി പറ്റും. നമ്മൾ ഓവർ ട്രേഡിങ് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യും. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ട്രിഗർ ഞാൻ മനസ്സിലാക്കി. എന്താണ് എനിക്ക് ട്രിഗർ ചെയ്യുന്ന കാര്യം? ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അത് ഞാനൊരു എൻട്രി എടുത്തിട്ട് ചെറിയ നഷ്ടത്തിലോ ചെറിയ ലോസിലോ ബുക്ക് ചെയ്തിട്ട് പിന്നീട് ആ ഒരു ഡയറക്ഷനിലോട്ട് മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്ത് തുടങ്ങുവാണെങ്കിൽ ഞാൻ ട്രിഗർ ആവും, ഞാൻ ഓവർ ട്രേഡിങ് ചെയ്യാനുള്ള സാധ്യത. അത് എനിക്ക് മനസ്സിലായി. അത് മനസ്സിലായതിന് ശേഷം ഞാൻ ഒരു ദിവസം ഒരു ട്രേഡ് റൂൾ എന്ന രീതിയിൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതിനുശേഷം എനിക്ക് നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഞാൻ എൻ്റെ സിസ്റ്റം ഒന്നുകൂടി ഡെവലപ്പ് ചെയ്തു. അതായത് ഇപ്പം നിങ്ങൾ യൂട്യൂബിൽ തന്നെ കുറച്ച് വീഡിയോസ് കിടപ്പുണ്ട്, ലൈവ് ട്രേഡിംഗ് വീഡിയോസ്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാനൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള SL ടാർഗറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ ഇടയിലും റാൻഡമലി അല്ലെങ്കിൽ എൻ്റെ ഇമോഷണൽ കൊണ്ട് എക്സിറ്റ് ചെയ്യാറില്ല. അങ്ങനെ എക്സിറ്റ് ചെയ്യുന്ന സമയത്തും ട്രിഗർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാറുണ്ട്. അപ്പം ഞാൻ സ്ട്രിക്ട്ലി സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് ഈ രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരാളാണ്. അത് ഒരു 80% ടൈംസും ഞാൻ മാർക്കറ്റിൽ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് വെയിറ്റ് ചെയ്തിരിക്കും. ബാക്കിയുള്ള 20% ഞാൻ ചില സമയങ്ങളിൽ നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കുമല്ലോ, മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് കുറച്ച് എക്സ്ട്രാ റൂൾസ് കൂടി ക്യാരി ചെയ്തിട്ടാണ് ബാക്കി 20% എടുക്കുന്നത്. 80% ടൈംസും ഞാൻ ഈ ഒരു ഫിക്സഡ് കാര്യം ഫോളോ ചെയ്തു. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒരു ദിവസം ഒരു ട്രേഡ്, 1 ട്രേഡ് പെർ ഡേ, ഇത് മാത്രമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇത് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആദ്യത്തെ ട്രേഡ് കഴിഞ്ഞിട്ട് പിന്നീട് എന്ത് സംഭവിച്ചാലും എന്നെ യാതൊരു രീതിയിലും ബാധിക്കില്ല. ട്രേഡ് എടുത്ത് എക്സിറ്റ് ചെയ്തു, അതിന് ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് വീണ്ടും ഒരു 200 പോയിൻ്റ് മുകളിലോട്ട് പോയാൽ പോലും എന്നെ ഇപ്പം യാതൊരു രീതിയിലും ബാധിക്കില്ല. അത് ആദ്യത്തെ ഇനീഷ്യൽ ടൈമിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. നമ്മൾ വീണ്ടും ഒരു ട്രേഡ് പെർ ഡേ ചെയ്തിട്ട് നമ്മളറിയാതെ നമ്മൾ വീണ്ടും ചാർട്ട് വാച്ച് ചെയ്ത് മൂവ്മെൻറ്റ് കാണുന്ന സമയത്ത് ചെറിയ റിഗ്രറ്റൊക്കെ സ്റ്റാർട്ടിങ്ങിൽ വരുമായിരുന്നു. പക്ഷേ അത് കുറച്ച് നാളുകൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം
അത് ഓക്കെ. ആ ഫീൽ ഇപ്പം ഇല്ല. ഇപ്പം എങ്ങനെ പോയി ഇപ്പം ഞാൻ ഇവിടുന്ന് ഒരു എൻട്രി എടുത്തിട്ട് ചെറിയ ലോസ് ബുക്ക് ചെയ്ത് ഇനി വളരെ വലിയൊരു ഒരു 1000 പോയിന്റ് മൂവ്മെന്റ് ചെയ്താൽ പോലും എനിക്കിപ്പോൾ ആ ഒരു റിഗ്രറ്റ് ഫീലിംഗ് ഉണ്ടാകില്ല. കാരണം അത് ഞാൻ മനസ്സിലാക്കി. അതിന് വേണ്ടിയിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്തു, പ്രാക്ടീസ് ചെയ്തു. പെർ ഡേ 1 ട്രേഡ് റൂൾ എന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തത് എൻ്റെ ഒരു ട്രിഗർ ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും പല ട്രിഗേഴ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ എഴുതാം. അത് ബാക്കിയുള്ള ആൾക്കാർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ തന്നെ നിങ്ങളെപ്പറ്റി ഒന്ന് അനലൈസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മെയിൻ ട്രിഗേഴ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എങ്ങനെ അതിനെ കുറച്ച് കൊണ്ടുവരാം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് സക്സസ്ഫുൾ ആവും. അത് ഞാൻ തരുന്ന വാക്കാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ബൈ ബൈ.